ഹലോ, ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. പുറത്തേക്ക് ഇറങ്ങി ആ ചെടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ കുമ്പളത്തിൻ്റെ ഇല എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഈ കുമ്പളത്തിൻ്റെ ഇല വെച്ച് തോരനൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതൊന്ന് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാകുമെന്ന് നോക്കാം. ഇതിൻ്റെ പൂവും ഇലയുടെ കൂടെ തന്നെ തോരൻ വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പൂവ് പറിച്ചില്ല, ഇല മാത്രമാണ് പറിച്ചോളൂ. ഇല പറിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ തണ്ടിൽ കുറേ മുള്ളുകൾ പോലെയാണ്, നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ വേദനിക്കും. ഞാൻ 1-2 ഇലയാണ് കൈ കൊണ്ട് പറിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കത്രിക കൊണ്ട് കട്ട് ചെയ്താണ് എടുത്തത്. തളിരിൽ എടുക്കുന്നതായിരിക്കും തോരൻ വെക്കാൻ ഏറ്റവും നല്ലത്. ഇതിൻ്റെ പൂവ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ ഇലയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടി പറിച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറികളോ ഇലകളോ ഒക്കെ പറിച്ച് കറികളോ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ആവശ്യത്തിനുള്ള കാന്താരി മുളകും പറിച്ചെടുത്ത് ഇനി ഇല കഴുകിയെടുക്കണം. ഇല കഴുകുമ്പോൾ ഓരോന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ഇലയുടെ ബാക്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നുണ്ടാകും. കഴുകിയെടുത്ത ഈ ഇലയുടെ വെള്ളമൊക്കെ പോയതിനു ശേഷം കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇലയല്ലേ, പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ പിന്നെ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല. അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് വേവാനായിട്ട് വയ്ക്കണം. ഈ ഇലകൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ. നമുക്ക് കിട്ടുന്നത് പോലെ ഇടയ്ക്കൊക്കെ തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. വെറുതെ തേങ്ങ ചേർക്കുന്നതിന് പകരം ആ തേങ്ങയിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചേർത്തൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. എരിവിന് വേണ്ടി ആ കാന്താരി മുളക് കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും മുളക് പൊടി ചേർത്തില്ല. ഇതുപോലെ കാന്താരി മുളകോ പച്ചമുളകോ ഒക്കെ ആയിരിക്കും നല്ലത്. ഈ തേങ്ങയിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്, അല്ലാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. തേങ്ങ എല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ആ തേങ്ങയൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കുമ്പളങ്ങയിലത്തോരൻ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു കറികളുടെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു തോരനാണ്. ഇതിൻ്റെ ഇല കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.